ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ മുഹറം റാലിക്കിടെ പലസ്തീൻ പതാകകൾ ഉയർന്നു. റാലിയിൽ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യവും ഉയർന്നു. ബീഹാറിലും പലസ്തീൻ പതാകയുമായാണ് മുഹറം റാലി നടന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ തുടരുന്നുണ്ട്. നന്ദഗോപൻ, ഇത്തരമൊരു സംഭവം നടന്നതിനു ശേഷം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. ഈ ശ്രീനഗറിൽ ഈ മുഹറവുമായി ബന്ധപ്പെട്ട റാലി നടത്തുവാൻ വേണ്ടി അനുമതി നൽകിയപ്പോൾ തന്നെ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല. അതേപോലെ തന്നെ നിരോധിത സംഘടനകളുടെ അടക്കം കുടികളോ തോരണങ്ങളോ ഒരു തരത്തിലും ഈ ഒരു റാലിയിൽ അനുവദിക്കില്ല. മറ്റ് വിദേശ രാജ്യങ്ങളുടെ കുടികളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അത്തരം നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട റാലി നടത്തുവാൻ വേണ്ടി അനുമതി നൽകിയത്. എന്നാൽ ഇന്നലെ ശ്രീനഗറിൽ നടന്ന റാലിയിൽ ഉയർന്നത് പലസ്തീൻ അനുകൂല മുദ്രാവാക്യമാണ്. മാത്രമല്ല പലസ്തീൻ പതാക അവിടെ പറത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ, ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ ഈ ഒരു റാലിയിൽ ഉയർന്നു. മാത്രമല്ല ബീഹാറിലെ നവാഡയിലും സമാനമായ സാഹചര്യമുണ്ടായി. അവിടെയും ഈ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ അവിടെയും ഉയർന്നു. പലസ്തീൻ്റെ പതാകയും ആ റാലിയിൽ ഉയർത്തി എന്നുള്ളതാണ് സംഭവമുണ്ടായത്. ഇങ്ങനെ രാജ്യത്ത് ഇന്നലെ 2 സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ പ്രധാനമായും ബീഹാറിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ ഇതിനോടകം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബീഹാർ പോലീസ് വ്യക്തമാക്കുന്നത്. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 1990 ശേഷം കഴിഞ്ഞ വർഷമാണ് ഈ മുഹറവുമായി ബന്ധപ്പെട്ട റാലിക്ക് അനുമതി നൽകിയത്. ഒരു മതവിഭാഗത്തിൻ്റെ ചടങ്ങ് അത്തരത്തിൽ അങ്ങനെ ഒഴിവാക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കഴിഞ്ഞ വർഷം ഈ റാലിക്ക് അനുമതി നൽകിയത്. എന്നാൽ ഈ വർഷമായപ്പോഴേക്കും അവിടെ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ, അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട്, സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ തന്നെ മറികടന്നുകൊണ്ട്, അതിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. മാത്രമല്ല ഈ സംഭവത്തെ ഗൗരവമായി തന്നെയാണ് ഭാരത സർക്കാർ നോക്കിക്കാണുന്നത്. ഇതിന് ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നുള്ളതാണ് ജമ്മു കശ്മീർ പോലീസ് വ്യക്തമാക്കുന്നത്. ദേവിക, റൈറ്റ്, സമഗ്രമായ റിപ്പോർട്ട് പങ്കുവയ്ക്കുകയായിരുന്നു എസ് നന്ദഗോപൻ.